ചേച്ചി കൈ മാറി വിരല് മറ്റേത് ഇപ്പൊ കറക്റ്റ് ഒന്നും പറയല്ല. ഓഹ് അടിപൊളിയില്ലേ. എന്താ അവസ്ഥ അല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ? ഞങ്ങളുടെ ബീഹാറിലൊക്കെ എങ്ങനെയാണ്, 2 കൈയിലൊക്കെ ഞാൻ വരച്ചു കൊടുക്കും. അതെ, അങ്ങനെ ന്യായീകരണം ക്യാപ്സ്യൂൾ ഇപ്പം വരും. നമ്മുടെ സംഘ ക്യാപ്സ്യൂളുകൾ ഇപ്പം വരാനുണ്ട്. ഒരു കയ്യിൽ അല്ല, ഞങ്ങൾ 2 കൈയിലും വരയ്ക്കാറുണ്ട്. ഇനി വേറെ എവിടെ പോയി വോട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. എന്താ അവസ്ഥ അല്ലേ. ഏതായാലും ആള് വേറെ ആരുമല്ല, ആള് സംഭാവി ചൗധരിയാണ്. ബീഹാറിലെ ലോക്സഭ MP ആണ്. 2024 എന്താ പറയുക, NDAയുടെ സഖ്യത്തിൽ ജയിച്ച് ഇപ്പം പാർലമെന്റിലുള്ള MP ആണ്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ പാട്നയിൽ വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് നടന്നിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ കണ്ടത്. അച്ഛൻ മുൻ MLA ആയിരുന്നു. പുള്ളിയുടെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യം ഈ കൈ കാണിക്കുന്നു, വലത്തെ കൈ കാണിക്കുന്നു. അപ്പോൾ ആരോ അവിടുന്ന് പറയുന്നു മറ്റേ കൈ കാണിക്കുന്നു. അല്ല, സത്യത്തിൽ ഇപ്പം എന്താ സംഭവം? നിങ്ങളൊക്കെ അവിടെ അങ്ങനെയാണോ? 2 കൈയിലും വെച്ച് കൊടുക്കും അങ്ങനെ? അതോ 2 വോട്ട് ചെയ്യുന്നതാണോ? ഇനിയിപ്പോൾ നമ്മൾ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചോരിയല്ല, രാഹുലിനെ പപ്പു മറ്റേത് എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് വിശ്വഗുരുവിന് വേണ്ടി മെഴുകുന്ന ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരും. അതാണല്ലോ നമ്മൾ ഇന്നലെയും മെനയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഴുകി വെളുപ്പിച്ച് അവസാനം ഇവന്മാരുടെ ഒക്കെ കൈ വെളുത്തു എന്നല്ലാണ്ട് ഇപ്പോഴും വോട്ട് ചോരി ഇതുവരെ വെളുത്തിട്ടില്ല, നല്ലോണം കറുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ 1-2 ന്യൂസിൽ കണ്ടു. അതായത് 233 സ്ഥലത്ത് ഫോട്ടോ കണ്ട ആള് അത് നിരസിച്ചിട്ടുണ്ട്. ആള് 1 വോട്ടേ ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങൾ തന്നെ പറഞ്ഞത്, ആ ആളൊരു വോട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി 232 ആൾക്കാർ എവിടെ പോയി? ഈ 232 ആൾക്കാർ വോട്ട് ചെയ്തോ ഇല്ലേ? അവിടെയാണ് ചോദ്യം വരുന്നത് അല്ലേ. നമ്മൾ ഇന്നലെ ബ്രസീലിയൻ മോഡലിന്റെ 22 പേരിൽ 3 പേര് അവർ ഒറിജിനൽ വോട്ടാ ചെയ്ത് ഞങ്ങൾ നിരാകരിക്കും, ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി 19 ആളെ എവിടെയെന്ന് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. ഇനി കോൺഗ്രസിന്റെ ബൂത്ത് തല ഏജന്റുമാർ കാര്യങ്ങളും നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യം നോക്കിയില്ല. അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അല്ലെങ്കിൽ നമ്മുടെ സംഘപരിവാരത്തിനും എന്തോ ആവാന്ന, അതാ ഞങ്ങളെ ചോദ്യം. ഇനി രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് എന്താ പറയുക കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഇലക്ഷനിലെ ഈ 2700ഓളം കേസുകൾ അഫിഡവിറ്റ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ട് അഖിലേഷ് യാദവ് UP ഇലക്ഷന് കൊടുത്തതിനുള്ള 2700 കേസിൻ്റെ ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. കുറച്ചായല്ലോ അല്ലേ. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ കൊടുത്ത കേസിൻ്റെ അവസ്ഥ അതാണെങ്കിൽ പിന്നെ കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇനി കേസ് എങ്ങാനും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് അടക്കം ED അടക്കം NIA അടക്കം CBI അടക്കം ഇവന്മാരുടെ വീട്ടിലും കുടുംബത്തിലും കയറി അങ്ങോട്ട് നിരങ്ങും. പെട്ടില്ലേ, വേറെ എന്തേലും വേണോ? അപ്പോൾ പിന്നെ ഇത് കണ്ടിട്ടെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാക്കട്ടെ എന്നല്ലാതെ നമ്മളിപ്പോൾ എന്താ അതിനൊക്കെ പറയാം. ഏതാണെങ്കിലും ഇന്ന് പൊക്കിയ വോട്ട് ചോരിയുടെ വലിയ ചോരിയാണ് നമ്മൾ കണ്ടത്. ചോരീനെയാണ് നമ്മൾ കണ്ടത്. ചോറ് കള്ളനും ചോരി കള്ളത്തി അങ്ങനെയല്ലേ വരിക. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല ഇന്ന് വേറെയും കുറേ അതുപോലത്തെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു പോസ്റ്റ് കണ്ടിട്ടോ, കിഡ് പോസ്റ്റാണത്. ലൂട്ട് അസ് എന്ന്. സത്യം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കട്ടുമുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയും ഒരു ഇലക്ഷൻ കമ്മീഷനും അതിനെ താങ്ങുന്ന നമ്മുടെ നാട്ടിലെ സംഘപരിവാരങ്ങളും. എന്താ അപ്പം ഇതിനൊക്കെ പറയുക. ഏതായാലും അതൊക്കെ പോട്ടെ. ഇന്ന് രാഹുൽ ഗാന്ധി ശക്തമായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. മക്കളെ തീർന്നിട്ടില്ല, എൻ്റെ കയ്യിൽ ഇനി ഇഷ്ടം പോലെ ബോംബുകൾ കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നതിനെ പറ്റിട്ടോ. അപ്പം അതിനുള്ള വ്യക്തമായിട്ടുള്ള കുറച്ച് സൂചനകളാണ് ഇന്ന് രാഹുൽ ഗാന്ധി തന്നത്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. क्लियरली दिखा देंगे कि नरेंद्र मोदी चुनाव चोरी करके प्रधानमंत्री बना है, बीजेपी चुनाव चोरी करती है. क्लियरली बता देंगे, कोई डाउट नहीं होगा. क्लियरली दिखा देंगे कि नरेंद्र मोदी चुनाव चोरी करके प्रधानमंत्री बना है, बीजेपी चुनाव चोरी करती है. क्लियरली बता देंगे, कोई डाउट नहीं होगा. ഒരു സംശയമില്ല, പ്രധാനമന്ത്രി വോട്ട് കട്ടിട്ടുണ്ട്. BJP വോട്ട് കട്ടിട്ട് തന്നെയാണ് പ്രധാനമന്ത്രിയാക്കിയതും അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നതും. അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസും ഡാറ്റയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ വേണ്ട സമയത്ത് ഞങ്ങൾ വിടുകയും ചെയ്യും. ജൻസി അല്ലെങ്കിൽ ഇനി വോട്ട് ചെയ്യുന്ന പുതുതലമുറ ഇത് കണ്ട് മനസ്സിലാക്കണം. കാരണം മുന്നേ ഉള്ള നമ്മുടെ ഈ ഒരു തലമുറ അല്ലെങ്കിൽ നമ്മളൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ മുമ്പുള്ള ആളുകളും ഒക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ചാണക മനസ്സോടുകൂടിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ വെളുപ്പിക്കാൻ പല സംഘപണിക്കന്മാരും ഉണ്ടാവും അല്ലേ. സംഘപണിക്കന്മാരൊക്കെ വന്നിട്ട് ഞാൻ നേരത്തെ തുടക്കത്ത് പറഞ്ഞ പോലെ ഇങ്ങനത്തെ പല എന്താ പറയുക സംഭവങ്ങളും കൊണ്ടുവരും. 233 ചെയ്തതിൽ ഒരാൾ തന്നെ ചെയ്തത്, ഈ ഒരാൾ തന്നെ ചെയ്തത്. ബാക്കി 222 വോട്ടും ആര് ചെയ്തു എന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അതിന് ഉത്തരത്തില്ല, ബബ്ബ അടിച്ചങ്ങോട്ട് പോകും.
പിന്നെ ഒരു വീട്ടിൽ അത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് വേറെ വെളുപ്പിക്കൽ വന്നിരുന്നു. ഒരു വീട്ടിൽ 500ഓളം അല്ലെങ്കിൽ 300ഓളം വോട്ട്, 50 വോട്ട് ഒരു സ്ഥലത്ത്, വേറൊരു സ്ഥലത്ത് നിന്നപ്പോൾ 300ഓളം വോട്ട് ഒരേ വീട്ടു നമ്പർ ചെന്നപ്പോൾ അത് കൂട്ടുകുടുംബമാണെന്നാണ് പറഞ്ഞത്. കൂട്ടുകുടുംബമായിരുന്നു. ഇങ്ങനെ ഭാഗം വെച്ച് പോയപ്പോൾ പറമ്പൊക്കെ നമ്മൾ വേറെ പല വീടുകൾ ഉണ്ടാക്കിയും, പക്ഷെ എല്ലാ വീടിനും ഒരേ നമ്പറായിട്ട് കൊടുത്തു. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ എല്ലാ വീടുകൾക്ക് ഒരു പറമ്പിലുള്ള, ഇപ്പം എൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിലുള്ള മൊത്തം വീടുകൾക്ക് ഒരൊറ്റ വീട്ടു നമ്പറാണ്. കാരണം എന്താ, അത് പണ്ട് അങ്ങനെ ആയിരുന്നു, പിന്നെ ഞങ്ങൾ അത് കൊടുത്തു പോയത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ ഏറ്റവും വലിയ കളവ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. വീട്ടു നമ്പർ ഇടുന്ന അവിടെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ അതേ വീട്ടു നമ്പർ നിങ്ങളുടെ അയലക്കക്കാർക്ക് മൊത്തം ഉണ്ടെങ്കിൽ ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ്, പദ്ധതി, കാര്യങ്ങൾ വരുമ്പം അതെങ്ങനെ എഫക്റ്റ് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കും. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനത്തെ പല പരിപാടികളും പല സംഭവങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോദി മീഡിയ, സ്പെഷ്യലി നാഷണൽ മീഡിയയിലുള്ള ഗോദി മീഡിയകൾ മൊത്തം ഇതെടുക്കുന്നത്, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. 10 പോയിന്റ് പറഞ്ഞാണെങ്കിൽ അല്ല, ഒരു പോയിന്റിലെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കച്ചിത്തുരുമ്പം കയറി പിടിച്ചിട്ട് ബാക്കി 9 പോയിന്റും അത് തെറ്റാ, അതിന് തെളിവൊന്നും വേണ്ട, ഈ ഒരൊറ്റ തെളിവ് മതി എന്നും പറഞ്ഞ് നടക്കുന്ന സംഘപരിവാർ ആണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ഇത് കാണുന്ന ജെൻസി മാത്രമല്ല, ഏത് ആളുകളാണെങ്കിലും, അതായത് കുറച്ചെങ്കിലുമൊക്കെ തലയിൽ എത്രത്തോളം നമ്മൾ ഈ ചാണകം കയറ്റി വെച്ച് കഴിഞ്ഞാലും കുറച്ച് മാറി ചിന്തിക്കാനുള്ള കഴിവുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലില്ലേ. അങ്ങനത്തെ ആളുകൾ ഒന്ന് മാറി ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി പുതുതലമുറ ജെൻസി നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോട്ടസ് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടിയുടെ യഥാർത്ഥ കളവ്, കള്ളത്തരം, ചോറന്മാർ എത്രത്തോളം ഉണ്ട് അതിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ അപ്പുറത്തുള്ള തെളിവുകൾ തരാനില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും ഇതാണ് ഈ കേസുകൾ. ഇപ്പോൾ ഏതൊക്കെ ആൾക്കാർ എന്തൊക്കെ കേസുകൾ കൊടുത്തു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. ഇപ്പോൾ സമാജ്വാദ് പാർട്ടിയാണ്, അഖിലേഷ് യാദവ് ആണ് ഇലക്ഷൻ കമ്മീഷന് അങ്ങനെ ഒരു വോട്ട് ലൂട്ടിൻ്റെ, അതായത് വോട്ട് കളവ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു കേസ് കൊടുത്തു. ഒന്നല്ല, ദ റിമാർക്ക് എയിംസ് ആൻ ഒപ്പോസിഷൻ ഇന്ത്യ ബ്ലോക്ക് MP including Rahul Gandhi, Mallikarjun Kharge and Sharda Pawar staged a march from Parliament towards the Election Commission office, accused the body of poll fraud and demanding accountability പറഞ്ഞിട്ടാണ് അവർ മാർച്ച് വരെ നടത്തിയിരുന്നു. അങ്ങനെ 2700ഓളം അഫിഡവിറ്റ് വിത്ത് കേസ് കൊടുത്തിട്ടും അതിനൊന്നും ഒരു തരത്തിലുള്ള എന്താ അവസ്ഥ. നമ്മൾ NIA കേസെടുക്കുന്ന പോലെ NIA കേസെടുത്ത് 97 കേസുകളല്ല, 100 കേസിൽ 98 കേസുകൾക്കും വിധി വരാറില്ല. ഒന്നുകിൽ ആ പറഞ്ഞ ആളുകൾ അങ്ങോട്ട് BJPയിലോട്ട് മാറും, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം അങ്ങോട്ട് മാറും, അല്ലെങ്കിൽ ഇലക്ട്രോൾ ബോണ്ടായിട്ട് BJPയുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറി, ഇതേ നടക്കാറുള്ളൂ. അല്ലെങ്കിൽ അവർ BJP മോദിനെ പ്രൈസ് ചെയ്ത് 4 പാട്ടിറക്കും. മോദി പവറാണ്, സ്റ്റാറാണ്, മറ്റേ ആനയാണ്, കോടാലി എന്നൊക്കെ പറഞ്ഞിട്ട് 4 പാട്ടോ, സിനിമാക്കാരാണെങ്കിൽ പാട്ടൊക്കെ ഇറക്കിയിട്ട് ആ കേസുകൾ അങ്ങനെയാണ്. പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷനോട് നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കേസിനൊന്നും മറുപടി വരാൻ പോകുന്നില്ല. ഇനി ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാനുള്ള നമുക്ക് പൊതുജനത്തിന് ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാം എന്നുള്ള ആ ഒരു നമ്മുടെ ഓപ്ഷൻ നമ്മുടെ നാട്ടിലില്ല. പണ്ടുണ്ടായിരുന്നു, അത് നമ്മൾ എടുത്ത് ഒഴിവാക്കി. നമ്മുടെ മോദിയെണ്ണം വന്ന സമയത്തെ മോദി അമിട്ടും മതി, ഇനി ഇലക്ഷൻ കമ്മീഷനിൽ മോദി അമിട്ടും പറയും, അതനുസരിച്ച് ജ്ഞാനേഷ് കുമാർ തുള്ളി കളിച്ചോളണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് കൊടുക്കാനുള്ള ഓപ്ഷനും ഇല്ല. ഈ പറഞ്ഞ സമിതിയിൽ വെറുതെ ഒരു പേരിന് പ്രതിപക്ഷ നേതാവിനെ വെച്ചു, ചീഫ് ജസ്റ്റിസിനെ എടുത്ത് കളയുകയും ചെയ്തു. ഇപ്പം എന്താ ചെയ്യാനുള്ളതില്ലേ? അതായത് 5 വർഷം വരെ നമ്മൾ ഈ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഡാറ്റ അല്ലെങ്കിൽ CCTV ഫുട്ടേജുകൾ 45 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്തോളെന്നും പറഞ്ഞു. എവിടെയും കളവ് പിടിക്കാൻ പാടില്ല, കളവ് ഒരു രീതിയിലും പിടിക്കാൻ പാടില്ല. അത് ആ സമിതിനെ രൂപീകരിച്ച് ആ സമിതിക്കെതിരെ കേസ് കൊടുക്കുന്നത് മുതൽ ആ സമിതിക്കെതിരെ എന്തെങ്കിലും രീതിയിൽ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫുട്ടേജ് നോക്കുന്ന ആ ഒരു സംഭവം വരെ നമ്മുടെ നിയമത്തിൽ നിന്ന് എടുത്തൊഴിവാക്കി ഈ സംഘ പരിവാർ സർക്കാർ എടുത്തൊഴിവാക്കി. പിന്നെ കേസ് കൊടുത്തോ എന്ന് എൻ്റെ പൊന്നു ശ്രീജിത്ത് പണിക്കാര അല്ലെങ്കിൽ സകല പണിക്കാരന്മാരും ഇവിടെ കുത്തിരുന്ന് മൊഴിഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പണ്ടേ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. क्लियरली दिखा देंगे कि नरेंद्र मोदी चुनाव चोरी करके प्रधानमंत्री बना है, बीजेपी चुनाव चोरी करती है. क्लियरली बता देंगे, कोई डाउट नहीं होगा. क्लियरली दिखा देंगे कि नरेंद्र मोदी चुनाव चोरी करके प्रधानमंत्री बना है, बीजेपी चुनाव चोरी करती है. क्लियरली बता देंगे, कोई डाउट नहीं होगा.
നിങ്ങൾ കേട്ടില്ലേ, നമ്മൾ നേരത്തെ ഹൈഡ്രജൻ ബോംബ് വരും എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ആ പറഞ്ഞതിലൊന്നും ഹൈഡ്രജൻ ബോംബിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. ഇപ്പോൾ ഇന്ന് പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വരാനുണ്ട് പല സംഭവങ്ങളും. നമ്മുടെ കയ്യിൽ വിത്ത് ഡാറ്റ കാര്യങ്ങളുണ്ട്, നമ്മളത് പുറത്തോട്ട് ഇറക്കി വിടും. അത് ഹൈഡ്രജൻ ബോംബാണോ, ആറ്റം ബോംബാണോ, വേറെ വല്ല ബോംബുകളാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതുമാത്രമല്ല, മറ്റൊന്നും കൂടെ വന്നിട്ടുണ്ട്. ഇന്ന് മോദിക്ക് വേണ്ടി ഒരു വോട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ബീഹാറിൽ നിന്ന് വോട്ട് ചെയ്ത ചിത്രം പങ്കുവെച്ച് മഹാരാഷ്ട്രക്കാരി ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയ നടിയോ താരം എന്തോ വലിയ സംഭവമാണ്, ആള് ഒരു ഇത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് കഴിഞ്ഞ ദിവസം ഇവിടെ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തതിൻ്റെ ഒരു ഇതും കൂടെ പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. അതും വീണ്ടും വോട്ട് ചോരി ശരിയെന്ന് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും രണ്ടും കേസല്ല, ഇന്നലെ തന്നെ നമ്മൾ കുറേ കേസ് കാണിച്ചു. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഈ മൊണ്ണകൾ ഓർമ്മയില്ലാണ്ട് ഫോട്ടോ ഇട്ട് പോയിട്ട് അറിഞ്ഞിട്ടാണ് പിന്നെ ആലോചിക്കുന്നത്, പടച്ചോനെ ഞങ്ങൾ ഡൽഹിയിലും ചെയ്ത്, ഹരിയാനയിലും ചെയ്ത്, മധ്യപ്രദേശിലും ചെയ്ത്, പഞ്ചാബിലും ചെയ്ത്, ഞങ്ങൾ അങ്ങ് മഹാരാഷ്ട്രയിലും ചെയ്ത്, ഇപ്പം ഞങ്ങൾ ബീഹാറിലും ചെയ്ത്, ഒക്കെ മൊത്തം പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതൊന്നും ചോദ്യം ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഗോദി മീഡിയ അല്ലെങ്കിൽ ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയോ അതല്ലെങ്കിൽ ഗോദി മീഡിയയിൽ വരുന്ന നമ്മുടെ നാഷണൽ മീഡിയാസ് ഒന്നും മുന്നോട്ട് വരുന്നില്ല. വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ പണി കിട്ടും. കാരണം ഈ പറഞ്ഞ സംഘപരിവാർ RSS BJP ഫണ്ട് വാങ്ങിച്ച് നക്കി ജീവിക്കുന്ന ഒരു പറ്റം മീഡിയയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത്. ഇന്ത്യയുടെ അവസ്ഥ, ഡെമോക്രസിക്ക് എന്തെങ്കിലും സംഭവിച്ച, ജനാധിപത്യം തീർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാം, ജനാധിപത്യം ചത്തു, അതല്ലെങ്കിൽ ഈ പറഞ്ഞ BJP പാർട്ടി കൊന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അതിനെ സിംപ്ലിഫൈ ചെയ്ത് സംസാരിക്കാനൊന്നുമില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. വല്ലാത്തൊരു കഷ്ടമല്ലേ. ഇനി ഏതായാലും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലെയും വോട്ട് ചോരിയുടെ കഥകൾ വരാനുണ്ട്, പലതരം ബോംബുകളായിട്ട്. ബോംബിന് കാറ്റഗറൈസേഷൻ നിങ്ങൾ ഇട്ടോ, എല്ലാ ബോംബുകളും പുറത്തോട്ട് വരും. അതിനൊന്നും കേസ് കൊടുക്കാൻ പറ്റിയ കാര്യമില്ല, കൊടുത്ത കേസിന് തന്നെ ഒരു തീർപ്പും വരാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. നമ്മളൊക്കെ പൊട്ടന്മാരായിട്ട് നോക്കിയിരുന്ന് വോട്ട് ചെയ്യും. അവസാനം കള്ളവോട്ട് ചെയ്ത് കള്ളവോട്ട് ഉണ്ടാക്കി കള്ളവോട്ട് കൊണ്ട് ജയിച്ച കള്ളന്മാർ ഈ രാജ്യം ഭരിച്ച് കട്ടുമുടിക്കും.